ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ പെരട്ടാണ്, അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നാടൻ രീതിയിൽ എങ്ങനെ ചിക്കൻ പെരട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഈസി കുക്കിംഗ് റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ എങ്ങനെ നമുക്ക് ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളി, 5 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 കാശ്മീരി മുളക് എന്നിവ അരച്ചെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. അടുത്തായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ചീനിച്ചട്ടിയിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 10 കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 5 സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 10 വെളുത്തുള്ളി അല്ലികൾ, അതേപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് ലൈറ്റ് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് അതേ ചീനിച്ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഈ മസാല എണ്ണയിൽ കിടന്നൊന്ന് വഴണ്ട് വരണം. ഇളക്കി കൊടുക്കാം. മസാലയൊന്ന് മൂത്ത് മണം വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇനി ഗരം മസാലയ്ക്ക് വേണ്ടി ഞാൻ 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 7 ഗ്രാമ്പു, 2 ചെറിയ പീസ് തക്കോലം, ഒരു ചെറിയ പീസ് പട്ട, ഏലക്ക 5 എണ്ണം പൊടിക്കുവാൻ വേണ്ടി എടുത്തു വച്ചിരിക്കുകയാണ്. നമ്മൾ മൂത്ത മസാലയിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഉപയോഗിക്കേണ്ടതായിട്ടില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇതൊന്ന് 20 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒന്ന് അടി കൂട്ടി ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ പുളിക്ക് വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികവും ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കുന്നു. ഒന്ന് ഡ്രൈ ആവുന്നിടം വരെ നമ്മൾ കുക്ക് ചെയ്യണം. അടച്ചു വയ്ക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കറിവേപ്പിലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ചിക്കൻ പെരട്ടിന്. ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ പെരട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്നതിന് താങ്ക്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹലോ കൂട്ടുകാരെ, എല്ലാവരും